കെ എം മാണിക്കെതിരായ കോഴ ആരോപണത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തും. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാകും അന്വേഷണം നടത്തുകയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. അതേസമയം അന്വേഷണം നിയമപരമായ നടപടിയാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിജിലൻസ് അന്വേഷണത്തെ കേരള കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നതായി ജനറൽ സെക്രട്ടറി ആന്റണി രാജു പറഞ്ഞു. ഒരന്വേഷണവും നടത്തുന്നില്ലെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആരാകണമെന്ന് വിജിലൻസ് ഡയറക്ടർ തീരുമാനിക്കും. പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ ഇന്നലെ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തുന്നതാണ്. അതൊന്നും പറഞ്ഞിട്ടില്ല. വിജിലൻസ് ഡയറക്ടർ അക്കാര്യത്തിലുള്ള മറ്റ് നടപടികൾ തീരുമാനിക്കും. ടി.എൻ. പ്രതാപനെതിരെ രൂക്ഷമായ വിമർശനമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചത്. പ്രതാപൻ സ്വയം ഒറ്റപ്പെടാതെ നോക്കിയാൽ മതിയെന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. പ്രതാപനോട് ഞങ്ങൾക്കൊക്കെ വലിയ സ്നേഹമാണ്. പക്ഷേ പ്രതാപൻ സ്വയം ഒറ്റപ്പെടാതെ നോക്കിയാൽ മാത്രം മതി. ഇതൊരു പാർട്ടിയാണെന്നും ഒരു ഗവൺമെന്റ് ഉണ്ടെന്നും ഒക്കെ എല്ലാവരും ഓർക്കണം. എന്നാൽ ബാർ കോഴ ആരോപണത്തിലെ അന്വേഷണം നിയമപരമായ നടപടിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിയമപരമായിട്ടുള്ള നടപടി എപ്പോഴും സ്വീകരിക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുക എന്നുള്ളതാണ്. വിജിലൻസ് അന്വേഷണത്തെ കേരള കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ആന്റണി രാജു ഗൂഢാലോചന സംബന്ധിച്ചും അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ വിജിലൻസ് അന്വേഷണത്തെ കേരള കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്യുക. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടതാണ്. റിപ്പോർട്ടർ, തൃശൂർ, കോട്ടയം.